വിവിധ മേഖലകളിൽ നിന്നുള്ള ഏകദേശം 10,000-ഓളം ആളുകൾക്ക് പ്രത്യേക അതിഥികളായി പരേഡ് കാണാനുള്ള സൗകര്യം ഡൽഹിയിൽ ഒരുക്കിയിട്ടുണ്ട്. കർഷകരും ശാസ്ത്രജ്ഞരും സംരംഭകരും വിദ്യാർത്ഥികളും കായിക താരങ്ങളും വനിതാ സംഘാംഗങ്ങളും തൊഴിലാളികളും അടക്കം വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് 10,000-ഓളം ആളുകൾ എത്തും. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാം. മുഖ്യമന്ത്രിക്കൊപ്പം കുടുംബമുണ്ട്. ഒപ്പം തന്നെ ഗവർണറുടെ ഭാര്യയും മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിനെയും ഒപ്പം സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ വീക്ഷിക്കുന്നതിനായിട്ട് എത്തിയിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡുകൾ പ്ലാറ്റൂണുകളെ അഭിസംബോധന ചെയ്യുകയാണ്, അഭിവാദ്യമർപ്പിക്കുകയാണ് ഗവർണർ. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന വർണ്ണാഭമായ ചടങ്ങിൽ 2,500-ഓളം കലാകാരന്മാരാണ് വിവിധ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുക. ചെങ്കോട്ടയിലെ ഭാരത് പർവ്, നാഷണൽ സ്കൂൾ ബാൻഡ് മത്സരം, പ്രൊജക്ട് വീർ ഗാഥ തുടങ്ങിയവയൊക്കെ ഇന്ന് ഡൽഹിയിൽ അരങ്ങേറുന്നുണ്ട്. ഗംഭീരമായ ആഘോഷ ചടങ്ങുകളാണ് നടക്കുന്നത്. വിവിധയിടങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുകയാണ്. യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും തലസ്ഥാനത്ത് ഇന്ത്യൻ സേനയുടെ കരുത്ത് തെളിയിക്കുമ്പോൾ വിവിധ സേനാ വിഭാഗങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ, ജില്ലാ ആസ്ഥാനങ്ങളിൽ മാർച്ച് പാസ്റ്റുകൾ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഹരിയുണ്ട്. ഹരി, ഇപ്പോൾ മാർച്ച് പാസ്റ്റ് തുടങ്ങി. മാർച്ച് പാസ്റ്റിന് അഭിവാദ്യം അർപ്പിക്കുകയാണ്, മാർച്ച് പാസ്റ്റുകളെ അഭിവാദ്യം ചെയ്യുകയാണ് ഗവർണർ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ യൂണിഫോം സേനകളുടെ എല്ലാം മാർച്ച് പാസ്റ്റ് കഴിഞ്ഞതിനു ശേഷം, അവിടെ അഭിവാദ്യം അർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഗവർണർ സംസാരിക്കുക, അല്ലേ? അതെ അരുൺ, മാർച്ച് പാസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞു. പരേഡ് കമാൻഡർ, വിംഗ് കമാൻഡർ വികാസ് വശിഷ്ഠിന്റെ നേതൃത്വത്തിലാണ് ഈ പരേഡ് ആരംഭിച്ചിരിക്കുന്നത്. അത് പൂർത്തിയായ ശേഷം, ഈ മാർച്ച് പാസ്റ്റ് പൂർത്തിയായ ശേഷം അതിന്റെ അഭിവാദ്യം സ്വീകരിച്ച ശേഷമായിരിക്കും ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുക. ഇപ്പോൾ ആദ്യത്തെ പ്ലാറ്റൂൺ ഗവർണറുടെ മുമ്പിൽ കൂടി കടന്നു പോവുകയാണ്. പരേഡ് കമാൻഡർ വികാസ് വശിഷ്ഠിന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ പ്ലാറ്റൂണാണ് കടന്നു പോകുന്നത്. അത് കരസേനയുടെ പ്ലാറ്റൂണാണ്. അത് കടന്നുപോയ ശേഷം വ്യോമസേനയുടെ വരും, പിന്നീട് പോലീസിന്റേത് വരും, മലബാർ പോലീസിന്റേത് വരും, ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റേത് വരും, വനിതാ പോലീസ് ബറ്റാലിയന്റേത് വരും. അങ്ങനെ ഓരോരോ പ്ലാറ്റൂണുകളായി ഗവർണർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകും. അതിനുശേഷം മാർച്ച് പാസ്റ്റ് പൂർത്തിയായതിനു ശേഷമായിരിക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥറിലേക്ക് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുക എന്നുള്ളതാണ്. ഇത് ഗവർണറോടൊപ്പം തന്നെ വേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരായിട്ടുള്ള വി ശിവൻകുട്ടി, TR അനിൽ, MP-മാരുണ്ട്, MLA-മാരുണ്ട്, കോർപ്പറേഷൻ മേയറുണ്ട്. അങ്ങനെ വിശിഷ്ട അതിഥികളെല്ലാം തന്നെ ഇപ്പോൾ മാർച്ച് പാസ്റ്റ് വീക്ഷിക്കുകയാണ്. കൃത്യ സമയം 9 മണിക്ക് തന്നെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ടാണ് റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തുടക്കം കുറിച്ചത്. ഇപ്പോൾ കടന്നു പോകുന്നത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് പോലീസിന്റെ പ്ലാറ്റൂണാണ്. അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ഇതിൽ നിരവധിയായിട്ടുള്ള, അതായത് നമ്മൾ സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ കണ്ടതുപോലെയുള്ള പ്ലാറ്റൂണുകൾക്കൊപ്പം തന്നെയാണ് NSSന്റെ വിദ്യാർത്ഥികൾ അടക്കം പങ്കെടുക്കുന്നുണ്ട് ഇത്തവണ. കൂടാതെ ജയിൽ വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ എല്ലാം തന്നെ, യൂണിഫോംഡ് ഫോഴ്സുകളുടെ എല്ലാം തന്നെ പ്ലാറ്റൂണുകൾ അണിനിരന്നുകൊണ്ടാണ് ഈ റിപ്പബ്ലിക് ദിന ആഘോഷം വിപുലമാക്കി വർണ്ണാഭമാക്കി മാറ്റിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഫയർഫോഴ്സിന്റെയും റിസർവ് ബറ്റാലിയന്റെയും ഒക്കെയാണ് ഇപ്പോൾ പ്ലാറ്റൂണുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായതുകൊണ്ട് തന്നെ വിശിഷ്ടാതിഥികളുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല. എല്ലാവരും, അതായത് ഉദ്യോഗസ്ഥരടക്കം, കേന്ദ്ര സംസ്ഥാന സർവീസുകളിലെ ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്നുണ്ട് ഇന്നത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 7 മണിക്ക് മുതൽക്ക് തന്നെ പ്രവേശനം ആരംഭിച്ചിരുന്നു. അതിൽ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ രാവിലെ മുതൽക്ക് എത്തുകയും ഇത് വീക്ഷിക്കാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയുമായിരുന്നു. അതിനുശേഷമാണ് വിശിഷ്ടാതിഥികളുടെ വരവുണ്ടായത്. കൃത്യസമയത്ത് തന്നെ, അതായത് 8:55 തന്നെ ഗവർണർ എത്തുകയും 9 മണിയോടുകൂടി തന്നെ കൃത്യമായി പറഞ്ഞ സമയത്ത് തന്നെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് പ്രോട്ടോകോൾ പ്രകാരം ദേശീയ പതാക ഉയർത്തുകയുമായിരുന്നു. മുഖ്യമന്ത്രിയും കളക്ടറും ചീഫ് സെക്രട്ടറിയുമാണ് ഗവർണറെ സ്വീകരിച്ചത്. അതിനുശേഷമാണ് ഗവർണർ ഈ മാർച്ച് പാസ്റ്റുകളുടെ വാഹനത്തിൽ, തുറന്ന വാഹനത്തിൽ അത് വീക്ഷിച്ചുകൊണ്ട് അവർക്ക് അഭിവാദ്യം നേർന്നുകൊണ്ട് തിരികെ എത്തുകയും ഇപ്പോൾ മാർച്ച് പാസ്റ്റ് അദ്ദേഹം തിരിച്ചെത്തിക്കൊണ്ട് മാർച്ച് പാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അഭിവാദ്യം സ്വീകരിക്കുകയാണ്. ഓരോ പ്ലാറ്റൂണുകളിൽ നിന്നുമായി ഓരോരോ പ്ലാറ്റൂണുകളായി കടന്നു പോകുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ മാർച്ച് പാസ്റ്റ് പൂർത്തിയാവുകയും ഗവർണർ അതിനുശേഷം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വാരൂഢ പോലീസ് വരെ, അതായത് പോലീസിന്റെ അശ്വാരൂഢ സേന വരെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും ഒടുവിലായിട്ടായിരിക്കും, അതായിരിക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാവുക എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികളൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിലുള്ള വിദ്യാർത്ഥികൾ, NSSലുള്ള NCCയിലുള്ള വിദ്യാർത്ഥികൾ
വിദ്യാർത്ഥികളൊക്കെ തന്നെ അതിന്റെ അവസാന നിരയിലായി കടന്നുവരും. ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കും. പരേഡ് കമാൻഡറായി വിംഗ് കമാൻഡർ വികാസ്. ശരി ഹരി, ഞാനൊന്ന് കൊല്ലത്തേക്ക് പോയി വരാം. അവിടെ കെ ബി ഗണേഷ് കുമാറാണ് അഭിവാദ്യം സ്വീകരിക്കുന്നത്. ജയശങ്കർ ഉണ്ട് കൊല്ലത്ത് നിന്നും. ജയശങ്കർ, കൊല്ലത്തും പരേഡ് പുരോഗമിക്കുകയാണ് അല്ലേ? അതെ ഡോക്ടർ അരുൺ, കൊല്ലം ആശ്രമ മൈതാനിലാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ 9 മണിയോടുകൂടി പതാക ഉയർത്തിയതിനു ശേഷം ഇപ്പോൾ വിവിധ സേനകളുടെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, SPC ഉൾപ്പെടെയുള്ള വിവിധ സേനകളുടെ അഭിവാദ്യങ്ങൾ മന്ത്രി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മന്ത്രി സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്രസംഗം ഉൾപ്പെടെ നടത്തും. ആശ്രമ മൈതാനിയിൽ വിവിധ സേനകളുടെ അഭിവാദ്യമാണ് മന്ത്രി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 9 മണിയോടെ തന്നെ മന്ത്രി ഇവിടെ പതാക ഉയർത്തുകയും അതിനുശേഷം സേനകളുടെ സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്തു. എന്തായാലും അഭിവാദ്യം സ്വീകരിക്കൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഭിവാദ്യം ചെയ്യുവാൻ കടന്നു വരുന്നു കുമാരി ആദ്യ നയിക്കുന്ന NCC 3 കേരള ഗേൾസ് ആർമി പ്ലൂട്ടൂൺ. സംസ്ഥാനത്ത് വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ റിപ്പബ്ലിക് ദിന പരേഡുകൾ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. 10-15 തലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിന പരേഡ് തുടങ്ങും. വിവിധ സായുധ സേനാംഗങ്ങളുടെ കരുത്ത് പ്രദർശിപ്പിക്കുന്നതായിരിക്കും ദില്ലിയിൽ നടക്കുന്ന ചടങ്ങ്. ദില്ലിയിൽ നടക്കുന്ന ചടങ്ങിലെ പ്രത്യേകത, ഇന്ന് 180-ാം വാർഷികമാണ് വന്ദേമാതരത്തിൻ്റെ. വന്ദേമാതരത്തിൻ്റെ തീം റിപ്പബ്ലിക് ദിന ചടങ്ങിലുണ്ടാവും. ഇതോടുകൂടി 30ഓളം ഫ്ലോട്ടുകളും ദില്ലിയിൽ കർത്തവ്യപഥിൽ നടക്കുന്ന പരേഡിൽ അണിനിരക്കും. ആ കാഴ്ചകളിലേക്കൊക്കെ നമ്മൾ മടങ്ങാം. സംസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്.